കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് വ്യാജ പ്രചാരണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഭരണപരാജയം മറച്ചുവെക്കാനാണ് തുടർച്ചയായി അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിക്കുന്നത്. ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ അവരെ കാണാനോ ചർച്ച നടത്താനോ തയ്യാറാകാതെ കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. നയാ പൈസ കേരളത്തിന് നൽകാനില്ലെന്ന് ജെ.പി. നദ്ദ വ്യക്തമാക്കിയെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് കേരള ജനതയോട് മാപ്പ് പറയാൻ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൃത്യമായി കേരളത്തിന് നൽകാനുള്ളത് നൽകുന്നുണ്ട്. പക്ഷെ കേരളം അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ബോധിപ്പിക്കുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള വാദം. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ ജെ.പി. നഡ്ഡ അവറുകൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയാ പൈസയുടെ കുടിശ്ശികയും നൽകാനില്ല, എല്ലാം നൽകിക്കഴിഞ്ഞു, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഒരു കണക്കും അതിന് ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതേ വ്യാജ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതി എവിടെയാണ് നടക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോലി പൂർത്തിയായിട്ടുള്ളത്, അതിൻ്റെ ജിയോ ഗൂഗിൾ മാപ്പ് അടക്കം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വിശദമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കണം.